നമസ്കാരം, കേരള ന്യൂസിലെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡിജിപിക്ക് പരാതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ചോർച്ചയിൽ പങ്കുണ്ടാകുമെന്നും കർശന നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2019 പ്രളയം മുതൽ വയനാട് വരെയുള്ള ദുരന്തമുഖത്തെ എയർലിഫ്റ്റിന്റെ രക്ഷാദൌത്യത്തിന് ചെലവായ തുക ഒഴിവാക്കി തരണമെന്ന് കേരളം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും. തുക അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് കേന്ദ്രം കത്ത് നൽകിയ മറുപടി കേരളത്തോടുള്ള കടുത്ത വിവേചനമാണെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. 29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനത്തിൽ 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹനൻ സംവിധാനം ചെയ്ത രചന, പുൽപേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെൻട്രൽ റിപ്പോർട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവ 2ാം ദിനം പ്രദർശിപ്പിക്കുന്ന ശ്രദ്ധേയ ചിത്രങ്ങളാണ്. ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി നവംബർ 29 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൃശൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ബോധവൽക്കരണ സെമിനാർ നടത്തുന്നു. INS വെണ്ടുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ സെമിനാർ നടത്തുന്നത്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്കുതല പരാതി പരിഹാര അദാലത്ത് തൃശൂർ ജില്ലയിൽ ഡിസംബർ 16 മുകുന്ദപുരം താലൂക്കിൽ ആരംഭിക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ 10 അദാലത്ത് ഉദ്ഘാടനം ചെയ്യും. അഡ്ലൈഡിൽ നടന്ന 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരിക്ക് മൂലം കളിക്കാതിരുന്ന പേസർ ജോഷ് ഹേസൽവുഡ് പോസിറ്റ് പ്ലേയിങ് 11-ൽ തിരിച്ചെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിനം മഴയുടെ കളി. കനത്ത മഴ മൂലം ആദ്യ ദിവസം ആദ്യ സെക്ഷനിൽ 13.2 ഓവർ മാത്രമാണ് കളി നടന്നത്. ലഞ്ചിനു ശേഷം കുറച്ചു സമയം മഴ മാറിയെങ്കിലും വീണ്ടും മഴ കനത്തതോടെ അവസാന 2 സെക്ഷനുകളിലെയും കളി ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കുകയായിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.